ഹായ് കൂട്ടുകാരെ, ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ്. എന്താ അറിയില്ലേ, ഞാൻ ഒരുപാട് നാളായിട്ട് കാത്തിരിക്കുന്ന ഒരു ഫോണുണ്ട്. എന്താ പറയുക, ഐഫോൺ 17 Pro Max. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ആ ഒരു സുന്ദര നിമിഷത്തിലൂടെ കടന്നു പോയോണ്ടിരിക്കുകയാണ് ഞാൻ പോണത് കൊണ്ടോട്ടി മൈജിയിലാണ്. ഞാനും ദിവസം 2 ദിവസം മുന്നേ പോയിരുന്നു. അപ്പോൾ ഫോൺ അവിടെ ഇല്ലേന്നു. അപ്പം ഇന്നലെ രാത്രിയാണ് എത്തിയത്. അത് വാങ്ങാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഈ സുന്ദര നിമിഷം നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഞാൻ വന്നത്. ഇതൊക്കെ എങ്ങനെ സംഭവം സാധിച്ചു എന്ന് ചോദിച്ചാൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് കേട്ടോ. ഞാൻ 2012 മുതൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അന്ന് ഞാൻ 5 വർഷം ടീച്ചറായിട്ട് വർക്ക് ചെയ്തു. ആ സമയത്താണ് ആ മാരകമായ രോഗം പിന്നെ പിടിപെട്ടാണ് എൻ്റെ സൗണ്ടൊക്കെ ഇല്ലാതാക്കി. പിന്നെ ഞാൻ വീട്ടിലെ റെസ്റ്റ് ആയി. വീണ്ടും ഞാൻ അതിന് കയറി വന്നപ്പോൾ സ്കൂളിലേക്ക് പോകുമ്പോഴേക്ക് പേടിയാവും. പിന്നെ അടുത്ത ജോലി തപ്പും. അപ്പോൾ അവിടെയും പോയിട്ട് എന്തെങ്കിലും അസുഖങ്ങളായിട്ട് വീണ്ടും അങ്ങനെ ആ ജോലിയിൽ നിന്ന് ഇതാവും. പിന്നെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇപ്പം എന്താ ചെയ്തത്, ഷോപ്പിൽ നിന്ന് തോന്നുന്നു. ഷോപ്പിൽ പോകുമ്പോൾ ആ സമയത്ത് അവിടുത്തെ പൊടികളൊക്കെ വന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായി. അതിലൊക്കെ ചൊറിച്ചിലും അതും വന്ന് സൗണ്ട് വീണ്ടും പോയി. അങ്ങനെ കുറേ വർഷം, ഒരുപാട് 1-2 വർഷമൊക്കെ അങ്ങനെ വർക്ക് ചെയ്തു. പിന്നെ അത് പോയി. പിന്നെ എനിക്ക് മക്കളെ നോക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഒരുപാട് കുഞ്ഞുമക്കളെ ഞാൻ നോക്കിയിട്ടുണ്ട്. എൻ്റെ മക്കളെ പോലെ ഞാൻ സ്നേഹിച്ചിട്ടുണ്ട്. അത് നോക്കി പിന്നെ മക്കൾ വലുതായി. പിന്നെ എനിക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വരും. പിന്നെയും വീട്ടിലാവും ഞാൻ. പിന്നെ എല്ലാവരും പറയും, എന്തിനാ ഇത്രയും കഷ്ടപ്പെട്ട് ജോലിക്ക് പോകണത്, കെട്ടിയോ നയിച്ചുകൊണ്ടിരുന്ന് തിന്ന് കുത്തിരുന്നൂടെയെന്നോ ചോദിക്കും കേട്ടോ. അപ്പോഴും ഞാൻ എനിക്ക് അസുഖങ്ങൾ വരുമ്പോൾ റെസ്റ്റ് എടുക്കും, വീണ്ടും ജോലിക്കുമ്പോൾ. പിന്നെ ലാസ്റ്റ് ഞാൻ ആയുർവേദത്തിൽ എത്തിയിട്ടോ. 2 വർഷം പോലും ആയുർവേദത്തിൽ സ്റ്റാഫായിട്ട് വർക്ക് ചെയ്തു. അങ്ങനെ കൊറോണ വന്നാണ്ട് പിന്നെ ഇതും പൂട്ടി പോവേണ്ടി വന്നു കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നിൽക്കുമ്പോഴാണ് സംഭവം സ്വപ്നമായ തീപ്പെട്ടിയിൽ ഞാൻ എത്തുന്നത്. ഉയർന്ന നല്ലൊരു സാലറിയാണ്. എൻ്റെ സ്വപ്നത്തിലുള്ളൊരു സാലറിയോട് കൂടി ഞാൻ അവിടെ വർക്ക് ചെയ്തു. പിന്നെ ഒരു വർഷം മാക്സിമം 1 വർഷം ഞാൻ അവിടെ വർക്ക് ചെയ്തു. സംഭവം സ്വപ്നങ്ങളോട് അടുപ്പിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ 1 വർഷം കൊണ്ട് തന്നെ നേടിയെടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പം എന്താ പറയുക, അപ്പം അങ്ങനെയൊക്കെ ഒരുക്കൂട്ടി വെച്ചാൽ കുറച്ച് നമ്മൾ മാറ്റി വയ്ക്കുന്ന കുറച്ച് പൈസകളൊക്കെ ഒരുക്കൂട്ടിയിട്ട് ബാക്കി ഇപ്പോൾ നമുക്ക് EMI എന്തെങ്കിലും ചെയ്യലോ, അങ്ങനെ ഇതാക്കണം. സംഭവം സ്വപ്നത്തേക്ക് നിറവേറാൻ പോവാണ്. അപ്പം ഇത് എന്താ പറയാനുണ്ടായ കാരണം എന്ന് ചോദിച്ചാൽ, ഇപ്പം എൻ്റെ മോൻ്റെ ഫോൺ കംപ്ലൈൻ്റ് ആണ്. അപ്പം എന്തായാലും ഒരു ഫോൺ വാങ്ങണം. വാങ്ങുമ്പോൾ അത് നമ്മളിഷ്ടപ്പെട്ടൊരു ഫോൺ തന്നെ വാങ്ങാൻ കഴിയട്ടെ എന്നിങ്ങനെ ഞാൻ കരുതലുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇപ്പം ഞാൻ ഈ ഫോൺ വാങ്ങാണ്ടായത് കേട്ടോ. പിന്നെ ഞാൻ ഇതേപോലെ ഇൻസ്റ്റ ഉപയോഗിച്ചപ്പോൾ അല്ലെങ്കിൽ യൂട്യൂബ് ഉപയോഗിച്ചപ്പോൾ ഒരുപാട് ആൾക്കാർ കളിയാക്കിയിരുന്നു. അപ്പോൾ എനിക്ക് അതിന് കിട്ടുന്ന വരുമാനം എന്ന് പറഞ്ഞാൽ ഞാൻ പ്രൊമോഷന് പോകുമ്പോഴേക്കും അതിന് ഒരുപാട് പൈസകൾ കിട്ടലുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു കൂട്ടി കുറച്ച് പൈസ എൻ്റെ കയ്യിലായപ്പോഴാണ് ഞാൻ ഈ ഫോൺ വാങ്ങാൻ പിന്നെ ഇറങ്ങണത് കേട്ടോ. അപ്പോൾ നിങ്ങളോട് പറയാനുള്ള കാര്യം എന്താ പറയുക, എന്തിനാ സങ്കോച് ജോലിക്ക് പോണത് എന്ന് ചോദിച്ച് ഇന്നും ഇവിടുന്നും ഞാൻ കേട്ടിട്ട് ഭ്രാന്തായി നടക്കുന്ന ദിവസങ്ങളുണ്ട്. അപ്പോൾ എനിക്ക് ആ പറയുന്ന ആൾക്കാരോട് പറയാനുള്ളത് എന്താ അറിയോ, ഞാൻ ജോലി ചെയ്ത് ഞാൻ ജീവിച്ചുകൊണ്ടാണ് ഇന്ന് ഈ നിമിഷം ഞാൻ ആഗ്രഹിക്കുന്ന ഈ സ്വപ്നത്തിൽ സംഘു എത്തിയിട്ടുള്ളത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളത് പറഞ്ഞതുപോലെ ഞാൻ വീട്ടിൽ കുത്തിരിക്കുകയാണെങ്കിൽ എൻ്റെ ഒരു സ്വപ്നങ്ങളും പോവുകയാണെങ്കിലെന്നു. പിന്നെ എന്തിനാ ഇൻസ്റ്റ ഉപയോഗിക്കുന്നത് എന്ന് ചോദിക്കും. ഇൻസ്റ്റ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഒരുപാട് പ്രൊമോഷനുകൾ ചെയ്തിട്ടും എനിക്ക് അതിന് ഒരുപാട് പൈസകൾ കിട്ടിയിട്ടുണ്ട്. ആ പൈസകളും ഇന്ന് ഞാൻ ഉപയോഗിക്കുന്നത് ഈ ഐഫോൺ 17 Pro Max വാങ്ങാനാണ് കേട്ടോ. അപ്പം അതും കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഞാൻ ഈ നിലയിലെത്തിയത്. അപ്പോഴേക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താ അറിയോ, കഷ്ടപ്പെടുക, സ്വപ്നങ്ങൾ കാണുക, ആ സ്വപ്നങ്ങൾക്ക് വേണ്ടിയിട്ട് അതിജീവിക്കുക, പൊരുതുക. ഇത്ര മാത്രമേ നിങ്ങളോട് പറയാനുള്ളൂ. നല്ല രീതിയിൽ പൊരുത്തിയാൽ ഒരു പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ ആ സ്വപ്നങ്ങളിലെത്തും. ഞാൻ പറഞ്ഞല്ലോ, എല്ലാ സൗഭാഗ്യങ്ങളും മാഷാ അല്ലാഹ് ദൈവം തന്നിട്ടുണ്ട്. എല്ലാ സ്വപ്നങ്ങളും മാഷാ അല്ലാഹ് പൂർത്തീകരിച്ച് തന്നിട്ടുണ്ട് ദൈവം. അതൊക്കെ നമ്മൾ ഒരു പക്ഷേ നന്മ ചെയ്തുകൊണ്ടാവാം. എനിക്ക് കിട്ടുന്ന ഒരു 10 രൂപ ആയാൽ പോലും അതിന് 1 രൂപ ഞാൻ നന്മയ്ക്കായിട്ട് മാറ്റി വെക്കുന്ന ഒരു പെണ്ണാണ്. നമ്മളെ മുന്നിൽ കൈ നീട്ടുമ്പോൾ ആ കൈ തട്ടി മാറ്റാതെ എൻ്റെ കയ്യിൽ നിന്നൊരു അംശം ഇന്നും ഞാൻ കൊടുക്കുന്ന ഒരു പെണ്ണാണ്. അതുകൊണ്ടാണ് ഇന്നും ഞാൻ ഇത്രയും സന്തോഷത്തിൽ നിൽക്കുന്നത് കേട്ടോ. അവയ്ക്ക് ഇങ്ങോട്ട് പറയാനുള്ളത് എന്താ, ഇത്രയും കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഞാൻ ഇവിടെ എത്തിയത്. മാത്രമല്ല ഒരുപാട് ആൾക്കാർ ഉണ്ടായപ്പോഴും ഞാൻ തളരാതെ മുന്നോട്ട് പോയോണ്ട് മാത്രമാണ് ഇന്ന് ഈ സുന്ദര നിമിഷത്തിൽ ഞാൻ എത്തിയത്. അപ്പം എന്തായാലും ഞാൻ ഐഫോൺ വാങ്ങിയിട്ട് പോയിട്ട് ഇൻഷാ അല്ലാഹ് തിരിച്ചു വരട്ടെ. ബൈ ബൈ, സീ യു. അപ്പോഴേക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താ അറിയോ, കഷ്ടപ്പെടുക, സ്വപ്നങ്ങൾ കാണുക, ആ സ്വപ്നങ്ങൾക്ക് വേണ്ടിയിട്ട് അതിജീവിക്കുക, പൊരുതുക. ഇത്ര മാത്രമേ നിങ്ങളോട് പറയാനുള്ളൂ. നല്ല രീതിയിൽ പൊരുത്തിയാൽ ഒരു പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ ആ സ്വപ്നങ്ങളിലെത്തും. ഞാൻ പറഞ്ഞല്ലോ, എല്ലാ സൗഭാഗ്യങ്ങളും മാഷാ അല്ലാഹ് ദൈവം തന്നിട്ടുണ്ട്. എല്ലാ സ്വപ്നങ്ങളും മാഷാ അല്ലാഹ് പൂർത്തീകരിച്ച് തന്നിട്ടുണ്ട് ദൈവം. അതൊക്കെ നമ്മൾ ഒരു പക്ഷേ നന്മ ചെയ്തുകൊണ്ടാവാം. എനിക്ക് കിട്ടുന്ന ഒരു 10 രൂപ ആയാൽ പോലും അതിന് 1 രൂപ ഞാൻ നന്മയ്ക്കായിട്ട് മാറ്റി വെക്കുന്ന ഒരു പെണ്ണാണ്. നമ്മളെ മുന്നിൽ കൈ നീട്ടുമ്പോൾ ആ കൈ തട്ടി മാറ്റാതെ എൻ്റെ കയ്യിൽ നിന്നൊരു അംശം ഇന്നും ഞാൻ കൊടുക്കുന്ന ഒരു പെണ്ണാണ്. അതുകൊണ്ടാണ് ഇന്നും ഞാൻ ഇത്രയും സന്തോഷത്തിൽ നിൽക്കുന്നത് കേട്ടോ. അവയ്ക്ക് ഇങ്ങോട്ട് പറയാനുള്ളത് എന്താ, ഇത്രയും കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഞാൻ ഇവിടെ എത്തിയത്. മാത്രമല്ല ഒരുപാട് ആൾക്കാർ ഉണ്ടായപ്പോഴും ഞാൻ തളരാതെ മുന്നോട്ട് പോയോണ്ട് മാത്രമാണ് ഇന്ന് ഈ സുന്ദര നിമിഷത്തിൽ ഞാൻ എത്തിയത്. അപ്പം എന്തായാലും ഞാൻ ഐഫോൺ വാങ്ങിയിട്ട് പോയിട്ട് ഇൻഷാ അല്ലാഹ് തിരിച്ചു വരട്ടെ.
അപ്പോൾ ബൈ ബൈ, സീ യു.